ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്ട്രോബെറി പുഡിംഗ് ആണ്. സ്ട്രോബെറിയും വാങ്ങി ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് കിച്ചൺ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പം കാണുന്ന അവസ്ഥയാണിത്. 3 കുട്ടിപ്പെട്ടാളും കൂടെ ചേർന്നത് കലാസാക്കി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അന്യായ അഭിനയമായി. കാണിച്ചാലമ്പിന് ഞാൻ വഴക്കും പറഞ്ഞ് വേറൊരു സ്ട്രോബെറിയും വാങ്ങി. നല്ല പഴുത്ത ഫ്രഷ് സ്ട്രോബെറിയാണ് ഇത്തവണയും കിട്ടിയത്. അപ്പം നമുക്ക് പുഡിംഗ് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. സ്ട്രോബെറി പുഡിംഗ് തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് 1/2 കപ്പ് പാലും 100 ഗ്രാം ചൈന ഗ്രാസും ഫ്രഷ് സ്ട്രോബെറിയും മിൽക്ക് മെയ്ഡും എടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലൊഴിച്ച് ചൂടാകുന്നവരെ വീണ്ടും വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ഫ്ലേവർ ആയിരിക്കും. നമുക്ക് മധുരം ഒരു പിടി മുന്തി നിൽക്കണം. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇച്ചിരി മധുരം കൂട്ടി തന്നെ ചെയ്യണം. ഒന്ന് തിളക്കുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ഒരു 100 ഗ്രാം ചൈന ഗ്ലാസ് ഒരു പാത്രത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്. അത് ഞാൻ വിട്ടുപോയതാണ് വീഡിയോയിൽ ഇടാൻ വേണ്ടി. നിങ്ങളത് ചെയ്യണം. മറ്റൊരു പാത്രം വെച്ച് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യണം. ഒന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് മെൽറ്റായ ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചൂടായ പാലിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ആ ചൈന ഗ്രാസും എല്ലാം കൂടെ ഒന്ന് മെൽറ്റാകട്ടെ. മിക്സിയിൽ നേരത്തെ എടുത്ത് വെച്ച സ്ട്രോബെറിയിൽ നിന്ന് കുറച്ച് സ്ട്രോബെറിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൾപ്പ് രീതിയിൽ അരച്ചെടുക്കുക. ഇളക്കുന്ന പാലിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പൾപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഒന്നെല്ലാം കൂടെ മിക്സ് ആകട്ടെ. സിമ്മിലിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചില സ്ട്രോബെറികളൊന്നും കളർ അധികം കാണത്തില്ല. നമുക്കതിന് പകരമായിട്ട് റോസ് മിൽക്കിൻ്റെ എസൻസ് വേണേ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു റോസ് കളറായിരിക്കും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഏതിലാണോ പുഡിങ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. ഞാനിപ്പോൾ പുഡിങ് ട്രേ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ മൊത്തത്തിൽ അരിച്ചൊഴിച്ച് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയിൽ നിന്ന് 2 സ്ട്രോബെറി ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നട്ട്സായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു മണിക്കൂർ ഫ്രീസ് ചെയ്യണം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് ഫ്രീസാകും. 1 മണിക്കൂറിന് ശേഷം പുഡിങ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് പുഡിങ് എടുക്കാം. ആ നട്ട്സിൻ്റെ സ്ട്രോബെറിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇന്ന് ഞാൻ വിചാരിച്ച് പുറത്ത് വെച്ച് സെർവ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി 2 പ്ലാന്റ്സൊക്കെ വെച്ചൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്തു. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നൗസിക്കും കൊടുത്തു. ടേസ്റ്റ് ചെയ്ത നൗസിയുടെ ആ റിയാക്ഷൻ കണ്ടില്ലേ? സംഭവം സൂപ്പർ. അത് കഴിഞ്ഞ് കുട്ടിപ്പട്ടാളങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടി. സൂപ്പർ സംഭവം. ഇഷ്ടപ്പെട്ടവരെന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.